സംഘപ്രവർത്തനം ആരംഭിച്ച് ഇത്ര കാലത്തിൻ്റെ ഇടയിൽ സംഘം അനേകം വികാസ പരിണാമങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. സംഘം യഥാർത്ഥത്തിൽ അതിമഹത്തരമായ അതിദിവ്യമായ ഒരു പരിണാമത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. എപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ അനേകം തവണ മാന്യ ഹരിയേട്ടൻ്റെയൊക്കെ വാക്കുകളിലൂടെ കേട്ടിട്ടുണ്ട് ദാദാറാവ് പരമാർത്ഥിൻ്റെ ഒരു സുന്ദരമായ നിർവചനം, സംഘത്തെ സംബന്ധിച്ച നിർവചനം. ദാദാറാവ് പരമാർത്ഥ് ദക്ഷിണ ഭാഗത്ത് സംഘപ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സംഘകേന്ദ്രം അയച്ച പ്രചാരകനാണ്, ആദ്യത്തെ പ്രചാരകന്മാരിൽ ഒരാൾ. അദ്ദേഹത്തോട് ചെന്നൈയിൽ വെച്ചൊരു പരിപാടിയിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ RSSനെ കുറിച്ച് സംഘത്തെക്കുറിച്ച് വളരെ വിശാലമായി സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഒരു വാചകത്തിൽ അതൊന്ന് നിർവചിക്കാമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ദാദാറാവ് പരമാർത്ഥ് പറഞ്ഞ ഒരു വാചകം, അദ്ദേഹം ഒരു പ്രത്യേകതരം യോഗിയുടെ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു. സംഘ ആദർശം അങ്ങനെ തിളച്ചുമറിയുന്ന, ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാൻ പാകത്തിന് തിളച്ചുമറിയുന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു, ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ അഗ്നിപർവ്വതമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ തൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ വാചകത്തിന് അതേപോലെയുള്ള അർത്ഥ തലങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, RSS ഈസ് എൻ എവല്യൂഷൻ ഓഫ് ദ ലൈഫ് മിഷൻ ഓഫ് ദി ഹിന്ദു നേഷൻ. RSS ഈസ് എൻ എവല്യൂഷൻ. സംഘം ഒരു പരിണാമമാണ്. എന്തിനു സംഭവിച്ച പരിണാമം? ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ജീവിത ദൗത്യ നിർവഹണത്തിന് ഉണ്ടായ ഒരു പരിണാമമാണ്, ഒരു ജൈവ പരിണാമമാണ്